നിങ്ങളുടെ അയൽക്കാരെ നിങ്ങൾക്ക് എത്ര നന്നായി അറിയാം? ഈ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരുപാട് ദുരൂഹതകൾ നിറച്ചും കൊണ്ട് എത്തുന്ന സിനിമയാണ് സൂക്ഷ്മദർശിനി. പുതിയ അയൽവക്കം ലാൻഡ് ചെയ്യാണല്ലോ. നിന്നെ കൂട്ടാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. 2020 ട്രാൻസിന് മണിയറയിലെ അശോകനിലെ ക്യാമിയോയ്ക്ക് ശേഷം 4 വർഷങ്ങൾക്ക് ശേഷം നസ്രിയ ഒരു മലയാള സിനിമയിലേക്ക് എത്തുന്നു. ഇതിനിടയിൽ നാനിയോടൊപ്പം ഒരു തെലുങ്ക് സിനിമ ചെയ്തെങ്കിലും ഒരു മുഴുനീള മലയാള സിനിമയ്ക്കായി 4 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. 3 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്കല്ലേ ഇവിടെ പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. മലയാള സിനിമയിലെ ഇപ്പോഴത്തെ മിനിമം ഗ്യാരണ്ടി നൽകുന്ന നടനായി നിൽക്കുന്ന ബേസിൽ ജോസഫും കൂടെ എത്തുമ്പോൾ പ്രതീക്ഷകൾ ഒരുപാടാണ്. ഇന്നാണ് കറക്റ്റ് ആയിട്ട് ഒരു അവസരം കിട്ടിയത്. നോൺസെൻസ് എന്ന സിനിമയ്ക്ക് ശേഷം MC ജിതിനാണ് സൂക്ഷ്മദർശിനി ഡയറക്ട് ചെയ്തിരിക്കുന്നത്. നല്ല തമാശയൊക്കെ ആയിട്ട് തുടങ്ങിയ ട്രെയിലർ അവസാനിക്കുമ്പോൾ ഒരുപാട് ദുരൂഹതകൾ നിറച്ചു വയ്ക്കുന്നുണ്ട്. തോമസ് ചേട്ടാ വലിവിന് ഉടുമ്പറിച്ച് ബെസ്റ്റാന്ന് കേട്ടിട്ടുണ്ട്. അയൽക്കാരനായ മാനുവലിന്റെ കുട്ടിത്തം നിറഞ്ഞ ചിരിക്ക് പിന്നിലെ ദുരൂഹതകൾ തേടി ഇറങ്ങുകയാണ് പ്രിയദർശിനി. ഒട്ടും പിടിതരാത്ത ട്രെയിലറിൽ നിന്ന് ആകെ മനസ്സിലാക്കാൻ പറ്റിയതാണ് ആ ചിരിയിൽ തന്നെ ഒരു കുട്ടിത്തമുണ്ട്. നസ്രിയ ബേസിൽ കോംബോ തന്നെയാണ് സിനിമയ്ക്കുള്ള എക്സ്പെക്ടേഷൻസ് കൂട്ടുന്ന പ്രധാന കാരണം. ഇവരെ കൂടാതെ ദീപക് പരമ്പോൾ, അഖില ഭാർഗവൻ, സിദ്ധാർത്ഥ് ഭരതൻ, പൂജ മോഹൻരാജ്, മെറിൻ ഫിലിപ്പ് ഒക്കെ സിനിമയിലുണ്ട്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഞാൻ ഒരെണ്ണം ഒപ്പിച്ചിട്ടുണ്ട്. ക്രിസ്റ്റോ സീവറാണ് മ്യൂസിക്. സിനിമയിലെ ദുരൂഹ മന്ദഹാസമ എന്ന പാട്ട് ഇതിനോടകം തന്നെ ട്രെൻഡിംഗ് ആണ്. ഇത്രയും നല്ല കാസ്റ്റ് ആൻഡ് ക്രൂ ഉള്ളപ്പോൾ നല്ലൊരു മൂവി എക്സ്പീരിയൻസിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കേണ്ടല്ലോ. സൂക്ഷ്മദർശിനി നവംബർ 22-ന് തിയേറ്ററിലെത്തും.